സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് യശോദയും രാധികയും കൂടിയുള്ള സംസാരമാണ്. അങ്ങനെ യശോദയോട് പറയുന്നുണ്ട്, മുത്തശ്ശിയോട് കൂടെ എന്നെ പെറ്റ നൊന്ത് പ്രസവിച്ച അമ്മയെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറയണം അമ്മ. എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊള്ളുന്നുണ്ട്. കാരണം എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ അവരെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവരെവിടെയാണെന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ഇനി പറയരുതെന്ന് മുത്തശ്ശിയോട് പറയണമെന്ന് ഇങ്ങനെ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗം തൊട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ യശോദ രാധികയെ മുഖാമുഖം നിർത്തിയിട്ട് ഇങ്ങനെ പറയാം, എൻ്റെ കൃഷ്ണ, എൻ്റെ ഭഗവാനെ, എൻ്റെ മോൾക്കൊരു സമാധാനം കൊടുക്കുന്നില്ലല്ലോ, ചൂണ്ടി കാണിച്ചു തരാൻ അമ്മയ്ക്കൊരു സ്ഥലമേ മോളെ, നമ്മളുടെ ഭാര്യങ്ങൾ ഇറക്കി വെക്കാൻ മോൾക്കൊരു ഒരു സ്ഥലമേ ഉള്ളൂ, അമ്മയ്ക്ക് ചൂണ്ടി കാണിച്ചു തരാമെന്ന് ഇങ്ങനെ യശോദ രാധികയോട് പറയുന്നുണ്ട് കേട്ടോ. മോൾ അമ്പലത്തിലേക്ക് ചെല്ല്, പറയാനായാലും കരയാനായാലും നമുക്ക് ആ ഒരു സ്ഥലമേ ഉള്ളൂ എന്നിങ്ങനെ എൻ്റെ മോൾ അമ്പലത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് യശോദ രാധികയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു കാർ അമ്പലനടയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ശ്യാമയും അശ്വതിയും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ ഇറങ്ങുമ്പോൾ അശ്വതി പറയുന്നുണ്ട്, ശ്യാമെ, ഐശ്വര്യ പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലത്തിലേക്കുള്ള വരവ് നിർത്തിക്കൊള്ളാനാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതെന്തിനാ, അതെൻ്റെ താല്പര്യമാണ്, ഇനി ഒരു നിലയ്ക്ക് അങ്ങനെ പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വതി പറയാതെ നിനക്ക് നമ്മൾ ചെയ്യുന്നത് അബദ്ധമല്ലേ എന്നിങ്ങനെ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്യാമയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ സ്ഥിരമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ശ്യാമയുടെ മകൾ ഇവിടെ ഉണ്ടെന്ന് ഐശ്വര്യ കരുതിയില്ലേ, അപ്പോൾ ഐശ്വര്യക്ക് അതൊരു വലിയ തെളിവാകില്ലേ എന്നിങ്ങനെ ശ്യാമയോട് അശ്വതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് വരും ഒരു ഉറപ്പല്ല, എൻ്റെ മകൾ ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ടെന്നുള്ളത് സത്യമാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് പല തെളിവുകളായിട്ട് നമുക്ക് കിട്ടിയതല്ലേ ഏട്ടത്തിന്ന് ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അമ്പലനടയിലേക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ ശ്യാമ അശ്വതിയോടായിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവളെ കാണാതായത് മുതൽ ഞാൻ കൃഷ്ണ ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അവളെ കാത്തോളണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അവളെ കാത്തോളും, അതെനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷയാണ്, അന്ന് തൊട്ടിട്ട് ഈ അമ്പലം എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണെന്നിങ്ങനെ ശ്യാമ അശ്വതിയോടായിട്ട് പറയുന്നുണ്ട്. ഞാൻ നടയിലേക്ക് കയറുന്നതിന് മുമ്പ് ചെരുപ്പൂരി വയ്ക്കുമ്പോൾ അശ്വതിയോടായിട്ട് പറയുന്നുണ്ട്, അശ്വതിയോടത്തി നോക്കിക്കേ, ഈ നടയിൽ വെച്ച് തന്നെയായിരിക്കും ഞാൻ എൻ്റെ മോൾ ആദ്യമായിട്ട് കാണുന്നതും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശ്യാമയോട് അശ്വതി പറയുന്നുണ്ട്, ശ്യാമ പ്രാർത്ഥിച്ചോളൂ, ഞാൻ നാളികേരം വാങ്ങിച്ചിട്ട് വരാമെന്നിങ്ങനെ പറയുന്നുണ്ട്. ശ്യാമ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ ഭഗവാനോടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ, കയ്യെത്തും ദൂരത്ത് നിന്ന് എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടത് അഖിൽ സാറിന് അങ്ങനെ ഒരു അപകടം വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു അച്ഛനും അമ്മയും മകളും ആയനെ ഞങ്ങളെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെയും അഖിൽ സാറിൻ്റെയും സ്വപ്നമ്മ അവളെ എനിക്ക് കാണിച്ചു താന്നിങ്ങനെയായിട്ട് കൈകൂപ്പി ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ ഭഗവാനോടായിട്ട്. ഈ സമയത്തായിരിക്കും രാധിക അപ്പുറത്ത് കൂടെ വന്നിട്ട് അവളുടെ അമ്മയുടെ അടുത്തായിട്ട് നിന്നിട്ട് ഇങ്ങനെ മനമുരുകി ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ കണ്ണടച്ചാണ് നിന്ന് പ്രാർത്ഥിക്കുന്നത്. രാധികയും മനസ്സിലിങ്ങനെ പറഞ്ഞു, ഭഗവാൻ ഏത് നേരത്താണ് എനിക്ക് ആ താലിയെടുത്താണ് ഞാൻ തോന്നിച്ചതെന്നൊക്കെ ഇങ്ങനെ രാധികയും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എങ്ങനെയാണ് എൻ്റെ മനസ്സ് പോലും അറിയാതെ ആ സിന്ദൂരത്തിലേക്ക് എന്നെ നയിച്ചതും കൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്നെ നൊന്ത് പ്രസവിച്ച അമ്മയുമായിട്ടുള്ള ശാപവാക്കുകളാണ്, എന്തിനാണ് എൻ്റെ അമ്മയെ കൂടി ഇങ്ങനെ പറയിപ്പിക്കുന്നത്, എന്നെ നൊന്ത് പ്രസവിച്ച അമ്മയല്ല അവരെന്തിനാ കുത്തുവാക്കുകളും ശാപവാക്കുകളും എന്നിൽ നീ ഏൽപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ശ്യാമ. ശ്യാമല്ല, രാധികയാണ് പ്രാർത്ഥിക്കുന്നത്. ശ്യാമ പ്രാർത്ഥിച്ച പോലെ തന്നെ രാധികയും പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മയെ എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ രാധിക പ്രാർത്ഥിക്കുന്നതിട്ട് അപ്പുറത്തുള്ള വീരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതിനിടയിൽ ശ്യാമയുടെ അടുത്തേക്ക് അശ്വതി വരുന്നുണ്ട്. അപ്പോഴും ശ്യാമ നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. അങ്ങനെ അശ്വതിയും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ശ്യാമയെ തട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ നാളികേരം ഉടയ്ക്കുന്ന ആ ഭാഗത്തേക്കായിട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ രാധിക കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ശ്യാമ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം നാളികേരം കല്ലിൽ തച്ചുടയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പീസ് വന്നിട്ട് നമ്മുടെ രാധികയുടെ നെറ്റിയിൽ വീണിട്ട് സിന്ദൂരം തൊടുന്ന നെറുകയിൽ വന്ന് പൊളിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ നെറുകയിൽ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക കൈ കൊണ്ടിങ്ങനെ തടുത്തിട്ടിങ്ങനെ നോക്കുമ്പോൾ ബ്ലഡ് കാണുമ്പോൾ അതിനിടയിൽ മംഗല്യം തന്തുനാനി എന്ന് പറഞ്ഞിട്ടുള്ള സിന്ദൂരം അണിയുന്ന സമയത്തുള്ളൊരു മ്യൂസിക് അതിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ തലേദിവസം അവൾ സിന്ദൂരം പറ്റിയതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നാളേരം ഉടക്കലൊക്കെ കഴിഞ്ഞ് ശ്യാമയും അശ്വതിയും അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ രാധിക സ്തംഭിച്ച് നിൽക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് അറിയാതെ. വീണ്ടും അവൾ നെറ്റിയിൽ കൈ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷ കണ്ണീർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കൃഷ്ണ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചെയ്തതാണ് ശരി, എൻ്റെ നെഞ്ചിൽ ഒട്ടിക്കെടുക്കുന്ന താലിയും നെറ്റിയിൽ അങ്ങണീച്ച സിന്ദൂരവും അത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാധിക.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വരുണ് പ്രിയങ്കയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്ന് കാറിറങ്ങുമ്പോൾ യശോദ എന്തോ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഇറയത്ത് വെക്കുന്ന സമയത്തായിരിക്കും വരുണെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ച പോലെ ഇങ്ങനെ യശോദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്നുവെച്ചുകൊണ്ട് എന്താ മോനെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അദ്ദേഹം അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി എന്നിങ്ങനെ യശോദ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി എന്താ മോനെ ബബ്ബടിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, എന്താ മോൻ വിളിക്കാതെ വന്നെന്ന് ഇങ്ങനെ ചോദിക്കും. വിളിക്കാണ്ട് വരേണ്ട കാര്യത്തിന് വിളിക്കാതെ തന്നെ വരണമല്ലോ എന്നിങ്ങനെ വരുൺ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരുണിനെ അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് കയറി വരുൺ ഇങ്ങനെ നിൽക്കുമ്പോൾ തപ്പിപ്പഴ പോലെ യശോദയും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുൺ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, എന്ത് പറ്റി എല്ലാവർക്കും എന്തോ ഒരു ടെൻഷനുള്ള പോലെ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ടെൻഷനൊന്നുമില്ല, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വരുണിനോട്. അങ്ങനെ അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വരുൺ പറയുന്നുണ്ട്. അപ്പോൾ യശോദ ചോദിക്കുന്നു, പ്രിയങ്ക മോള് അവളും അവിടെയുണ്ട്, അവളെ സ്നേഹിക്കാൻ അച്ഛനമ്മയും മത്സരിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ യശോദ പറയും, ഞാൻ വെള്ളം എടുക്കാൻ മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ യശോദയോട് വരുൺ പറയുന്നുണ്ട്, അമ്മയും മുത്തശ്ശി ഇവിടെ ഇരിക്കുക, ഇവിടെ വെള്ളം എടുക്കാൻ ഇവിടെ ഒരു വേലക്കാരി ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടുപേരും ആകെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. യശോദ ഇങ്ങനെ അത് എന്നിങ്ങനെ പറയും. അപ്പോൾ വരുൺ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഇവിടെ വേലക്കാരിയാണെന്നല്ലേ പറഞ്ഞത്, ആ നിശ്ചയത്തിനും മഞ്ഞൾ കല്യാണത്തിനൊക്കെ പ്രിയങ്കയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയും, അതെ എന്ന് പറയുന്നത് അവളിവിടെ വേലക്കാരി തന്നെയാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ആ കൊച്ചി ഇവിടെ ഇല്ല, കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണല്ലോ, കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വിചാരിച്ചതാ പറഞ്ഞു വിടണം എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നിങ്ങനെ മുത്തശ്ശി കള്ളം പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞു നിൽക്കുന്ന സമയത്തേക്ക് രാധിക അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ രാധിക പടി കടന്ന് വരുമ്പോൾ വരുണിൻ്റെ കാറ് കാണുന്നുണ്ട്. അപ്പോൾ തെല്ലൊന്ന് അമ്മാതിച്ച് നിന്നിട്ട് രാധിക അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി യശോദയോടായിട്ട് ചോദിക്കുന്നു, നീ എന്താ യശോദ വെള്ളം എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ രാധിക വന്നിട്ട് പുറത്ത് അടുക്കള ഭാഗത്ത് ഇങ്ങനെ മറന്നു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി വരുന്നോടായിട്ട് പറയുന്നുണ്ട്, നമ്മൾ വീട്ടിൽ ജോലിക്കെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ നിൽക്കും, അപ്പോൾ അവർക്കൊന്നും നമ്മുടെ അത്ര സംസ്കാരം ഉണ്ടാവണമെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വരുന്നോട് മുത്തശ്ശി പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ വരുന്ന തെല്ലൊരു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട്, പിടിച്ച് നിർത്തി ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് നല്ലത് പറഞ്ഞു വിടുന്നതാണെന്ന് ഇങ്ങനെ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ രാധിക പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ കുട്ടി എവിടേക്കാണ് പോയത്, എങ്ങോട്ടാണ് പോയത്, എവിടെയാണ് കുട്ടിയുടെ വീടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയും, അതാർക്കറിയാം, അതൊരു അനാഥ ജന്മമാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ രാധികയെ. എന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഓരും പേരും തന്തയും തള്ളയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ഈ തള്ള പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും യശോദ എന്നാ മോനെ എന്നിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ മുത്തശ്ശി അനാഥയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരുൺ അമ്മയോട് ചോദിക്കുന്നു, അതേ അമ്മയോ ആ പെൺകുട്ടി അനാഥയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് യശോദ. എന്നിട്ട് പറയുന്നുണ്ട് അനാഥയാണെന്നിങ്ങനെ. പക്ഷേ ഇത് ഇവർ കള്ളത്തരം പോലും വരുൺ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ബാക്കിൽ നിന്ന് രാധിക ഇതൊക്കെ കേൾക്കുമ്പോൾ രാധികയുടെ നെഞ്ചൊന്ന് പിടയുന്നുണ്ട്. അമ്മ പോലും ഞാൻ അനാഥയാണെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് മുത്തശ്ശി വരുണിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോൻ ഇതൊക്കെ എന്താ ചോദിക്കാൻ കാരണം എന്നിങ്ങനെ വരുണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടവരെ ഞാൻ ഒരിക്കലും മറക്കാറില്ല, അതെങ്ങനെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി എന്താ അബദ്ധം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആ കുട്ടിയെ എനിക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശി മനസ്സിലായി എന്നിങ്ങനെ പറയുന്നുണ്ട്. വരുൺ വെള്ളം ഗ്ലാസ് അവിടെ വെച്ചിട്ട് പറയാം, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിലൊന്ന് കയറുന്നുണ്ട്, അച്ഛനെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് വരുൺ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ ഇറങ്ങുന്ന സമയത്ത് രാധിയെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മാറുന്നുണ്ട്. പെട്ടെന്ന് വരുൺ തോന്നുന്നുണ്ട് ആരോ അങ്ങനെ മാറുന്നു. അങ്ങനെ വരുൺ ഹേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശിയും യശോദയും പറയും, എന്താ മോനെ നിൽക്കി പെട്ടെന്ന് ആരോ മാറുന്ന പോലെ തോന്നി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് അയൽവത്തെ പെണ്ണുങ്ങൾ വഴി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതിലേ പോവാറെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുൺ കാറിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധിക മാറി ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ പോകുന്നത് രാധിക നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ പോയോടത്തേക്ക് നിന്ന് രാധിക മറവിൽ നിന്ന് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ താലിയും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. ടീന്ന് ഇങ്ങനെ വിളിച്ചിട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട്, എന്താടി അവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ അവൻ കണ്ടോ യശോദേ, വരുൺ വന്നപ്പോഴേ വരുണിൻ്റെ മണം പിടിച്ച് അവളിങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഒരിക്കലും നീ വരുണിനെ കാണാനുള്ള ഇട വരുത്തരുത് എന്ന് കൊന്നു കളയുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. യശോദയോട് പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക അവളോടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കും യശോദയ്ക്കും വിഷമമാവുന്നുണ്ട്, രാധികയ്ക്കും എന്തൊരു ദേഷ്യ വിഷമമൊക്കെ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. യശോദയോട് പറയുന്നുണ്ട്, വരുണിന് എന്തോ സംശയങ്ങളൊക്കെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്, അത് വളർന്ന് വലുതായി കൂടാന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാധിക നേരെ വന്ന് യശോദയോട് പറയുന്നുണ്ട്, എനിക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരയുന്ന സമയത്ത് അമ്മ എൻ്റെ വാ പൊത്തിയിട്ടുണ്ട്, ആ വാക്ക് പറയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട്. അതേ നാവ് കൊണ്ട് തന്നെ അമ്മ പറഞ്ഞില്ല ഞാൻ അനാഥയാണെന്ന് ഇങ്ങനെ
രാധിക ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, എങ്ങനെ എനിക്കറിയാം അമ്മ, എങ്ങനെ തൂക്കി നോക്കിയാൽ അമ്മ നൊന്ത് പ്രസവിച്ച മോളുടെ അത്രയും ഇതൊന്നും എനിക്ക് വരില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ യശോദയ്ക്ക് വളരെ വിഷമാകുന്നുണ്ട്. എന്നിട്ട് യശോദ രാധികയെ തോളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ചങ്കപ്പെടുന്ന വേദനയോടെ അമ്മ ആ വാക്ക് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരിൽ ആ വാക്ക് ഞാൻ പറഞ്ഞതെന്നുള്ളത് മോൾക്ക് അറിയുമോ എന്നിങ്ങനെ യശോദ ചോദിക്കുന്നുണ്ട്. അറിയാതെ പറ്റില്ലായിരുന്നു കുട്ടി എന്ന് പറഞ്ഞിട്ട് യശോദ കരയുന്നുണ്ട് കേട്ടോ. നിവൃത്തിയില്ലാണ്ട് ഞാൻ പറഞ്ഞു പോയതാ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പ്രസവിച്ച മകൾ തന്നെയാണ് നീയും, അത് ഈ അമ്മയുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും കുട്ടി എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധയുടെ കവളത്ത് ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ. അങ്ങനെ യശോദയും രാധികയും കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് നല്ല കരയുന്നുണ്ട്. രാധിക യശോദയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് മുത്തശ്ശി കാണുന്നുണ്ട്. മുത്തശ്ശി എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തലയാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വരുൺ അമ്പലത്തിൽ നമ്പൂതിരിയെ തിരഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുൺ നടയിൽ കയറി നിന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നടയിൽ ഞാൻ എത്രയോ തവണ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ കണ്ടെത്തുന്നുണ്ട്, ഇവിടെ നിന്നിട്ടാണ് ഞാൻ അവളെ കണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് രാധികയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ദേവനെ തൊഴുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാധിക പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയ്ക്കും മുത്തശ്ശിക്കും കൊടുത്ത വാക്കിനപ്പുറം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ രാധിക. അങ്ങനെ വരുണപ്പുറത്ത് നിന്നിട്ട് വരുണും പറയുന്നുണ്ട്, എവിടേക്ക് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ തിരഞ്ഞ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ വരുണും ശബ്ദമെടുക്കുന്നുണ്ട് കേട്ടോ. രാധിക അപ്പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വരുണിൻ്റെ മനസ്സിന് തോന്നിക്കല്ലേ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുൺ ഇപ്പുറത്ത് നിന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അവളോടൊപ്പം ഇല്ലാതെ എനിക്കൊരു കുടുംബജീവിതം ഇല്ല എന്നിങ്ങനെ വരുണും പറയുന്നുണ്ട് കേട്ടോ. പ്രിയങ്കയുടെ ഭർത്താവ് അവളുടെ കൂടെയായിരിക്കണം, അവളുടെ കുടുംബജീവിതം എന്നിങ്ങനെ രാധികയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും വരുൺ പ്രാർത്ഥിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, ആവശ്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടില്ല, അവളെൻ്റെ പ്രാണനാണ്, എൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വരുണും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരെ എടുത്തില്ലെങ്കിലും അപ്പുറം ഇപ്പുറവും നിന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.